ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡെസിമൽ നമ്പേഴ്സ് അഥവാ ദശാംശ സംഖ്യകളെ കുറിച്ചും അവയുടെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ അഥവാ കൂട്ടൽ, കുറയ്ക്കൽ, ഗുണനം, ഹരണം എന്നിവയുമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് എന്താണ് ഒരു ഡെസിമൽ നമ്പർ അഥവാ ദശാംശ സംഖ്യകൾ എന്ന് നോക്കാം. ഇതിന് മുൻപത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു നാച്ചുറൽ നമ്പേഴ്സ് അഥവാ എണ്ണൽ സംഖ്യകൾ. ഏതൊക്കെയാണ് നാച്ചുറൽ നമ്പേഴ്സ്? 1, 2, 3, 4, 5 എക്സെട്ര ഇങ്ങനെ പോകുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് അഥവാ എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത്. ഇനി ഒന്നിന് പിന്നിലായി ഒരു 0 ഇട്ട് കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോൾ നമ്പേഴ്സ് അഥവാ അഖണ്ഡ സംഖ്യകൾ. ഇനി 0ന്റെ പിന്നിലായിട്ട് നെഗറ്റീവ് നമ്പേഴ്സ് അഥവാ ന്യൂനസംഖ്യകളായ -1, -2, -3, -4, -5 അങ്ങനെ ഇൻഫിനിറ്റി വരെ നമ്മൾ എഴുതുകയാണെങ്കിൽ ഈ ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റീജേഴ്സ് അഥവാ പൂർണ്ണസംഖ്യകൾ. ഓക്കെ, ഈ ഇന്റീജേഴ്സിനെ നമ്മൾ ഒരു നമ്പർ ലൈനിൽ എഴുതുകയാണെങ്കിൽ അടുത്തടുത്ത ഇന്റീജേഴ്സിന്റെ ഇടയിലായിട്ട്, ഓക്കെ, അതായത് 0ന്റെയും 1ന്റെയും ഇടയിലായിട്ട്, 1ന്റെയും 2ന്റെയും ഇടയിലായിട്ട്, 2ന്റെയും 3ന്റെയും ഇടയിലായിട്ടൊക്കെ ഒരുപാട് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് നമ്പേഴ്സുകൾ ഉണ്ട്. ഓക്കെ, അതായത് നമുക്ക് എണ്ണാൻ കഴിയാത്ത അത്രയും നമ്പേഴ്സുകൾ 0ന്റെയും 1ന്റെയും അതുപോലെ 1ന്റെയും 2ന്റെയും 3ന്റെയും ഇടയിലൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഈ നമ്പേഴ്സിനെയാണ് നമ്മൾ ഡെസിമൽ നമ്പേഴ്സ് അഥവാ ദശാംശ സംഖ്യകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇന്റീജേഴ്സിനെയും നമുക്ക് ഡെസിമൽ നമ്പേഴ്സുകളായിട്ട് അഥവാ ദശാംശ സംഖ്യകളായിട്ട് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഡെസിമൽ നമ്പർ അഥവാ ദശാംശ സംഖ്യയെ റെപ്രസെന്റ് ചെയ്യുക അല്ലെങ്കിൽ സൂചിപ്പിക്കുക എന്നതാണ്. ഓക്കെ, ഞാനൊരു ഡെസിമൽ നമ്പർ എഴുതുകയാണ് 3.23. ഓക്കെ, ഇതൊരു ഡെസിമൽ നമ്പറാണ്. ഈ ഡെസിമൽ നമ്പേഴ്സ് അഥവാ ദശാംശ സംഖ്യകളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ പോയിന്റ്. ഈ പോയിന്റിനെ നമ്മൾ ഡെസിമൽ പോയിന്റ് അഥവാ ദശാംശ ബിന്ദു എന്നാണ് പറയുക. ഓക്കെ, ഡെസിമൽ നമ്പേഴ്സിൽ കൺഫേം ആയിട്ട് ഉണ്ടാവേണ്ട ഒരു പോയിന്റ് ആണിത്. അപ്പൊ ഇങ്ങനെ പോയിന്റ് ഉള്ള ഏതൊരു സംഖ്യയെയും നമ്മൾ ഡെസിമൽ നമ്പേഴ്സ് അഥവാ ദശാംശ സംഖ്യകൾ എന്നാണ് പറയുക. ഓക്കെ, ഇനി ഈ പോയിന്റിന്റെ ഇടത് ഭാഗത്തുള്ള നമ്പേഴ്സിനെ നമ്മൾ ഹോൾ പാർട്ട് അഥവാ പൂർണ്ണ ഭാഗം എന്നും ഡെസിമൽ പോയിന്റിന്റെ വലതു ഭാഗത്തുള്ള നമ്പേഴ്സിനെ ഫ്രാക്ഷണൽ പാർട്ട് അഥവാ ദശാംശ ഭാഗം എന്നുമാണ് പറയുക. ഓക്കെ, ഈ പാർട്ടിനെ എന്താണ് പറയുക? ഹോൾ പാർട്ട് അഥവാ പൂർണ്ണ ഭാഗം. ഈ പാർട്ടിനെ എന്താണ് പറയുക? ഫ്രാക്ഷണൽ പാർട്ട് അഥവാ ദശാംശ ഭാഗം. ഇനി ഇത് എങ്ങനെയാണ് വായിക്കുക എന്ന് നോക്കാം. ഹോൾ പാർട്ടിനെ നമ്മൾ സാധാരണ വായിക്കുന്നത് പോലെ, അതായത് ഇപ്പൊ ഇവിടെ 3 അല്ലേ, ഇവിടെ 3 ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 33 അല്ലെങ്കിൽ 33 എന്ന് വായിക്കും. ഓക്കെ, പോയിന്റ്. ഇനി ഫ്രാക്ഷണൽ പാർട്ടിനെ നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്പേഴ്സിനെ 1 by 1 ആയിട്ട് വേണം വായിക്കാനായിട്ട്. അതായത് ഈ 2, 3 എന്നതിന് 23 അല്ലെങ്കിൽ 23 എന്ന് നമുക്ക് വായിക്കാനായിട്ട് പാടില്ല. എങ്ങനെ വേണം വായിക്കാനായിട്ട്? 33.23. ഓക്കെ, ഹോൾ പാർട്ടിനെ നമ്മൾ പൂർണ്ണമായിട്ട് വായിക്കുക. ഫ്രാക്ഷണൽ പാർട്ടിനെ ഓരോ നമ്പേഴ്സിനെ 1 by 1 ആയിട്ട് വേണം വായിക്കാനായിട്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ വേറൊരു ഡെസിമൽ നമ്പർ എഴുതുകയാണ്. ഇതിനെങ്ങനെയാണ് വായിക്കുക? ഹോൾ പാർട്ടിൽ എഴുതിയിട്ടുള്ളത് 101 ഹോൾ പാർട്ടിനെ നമ്മൾ എങ്ങനെയാണ് വായിക്കുക? 101 പോയിന്റ്. ഓക്കെ, ഫ്രാക്ഷണൽ പാർട്ടിനെ എങ്ങനെയാണ് വായിക്കുക? 1 by 1 ആയിട്ട് 3, 8, 5, 6 അതായത് 101.3856 എന്നാണ് വായിക്കുക. ഓക്കെ, എപ്പോഴും ഡെസിമൽ നമ്പേഴ്സ് അഥവാ ദശാംശ സംഖ്യകൾ വായിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഫ്രാക്ഷണൽ പാർട്ട് അഥവാ ദശാംശ ഭാഗം വായിക്കുന്ന സമയത്ത് 1 by 1 ആയിട്ട് വേണം വായിക്കാനായിട്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനെങ്ങനെയാണ് വായിക്കുക? 383.489 383.489. ഓക്കെ, ഇങ്ങനെ വേണം ഡെസിമൽ നമ്പേഴ്സിനെ വായിക്കാനായിട്ട്. ഇങ്ങനെയാണ് ഡെസിമൽ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നതും അതിനെ വായിക്കുന്നതും. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഒരു ഡെസിമൽ നമ്പേഴ്സ് അഥവാ ദശാംശ സംഖ്യകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ടതുള്ളൂ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡെസിമൽ നമ്പേഴ്സിന്റെ അഡിഷൻ, സബ്ട്രാക്ഷൻ, എങ്ങനെയാണ് ഡെസിമൽ നമ്പേഴ്സിനെ കൂട്ടുന്നത്, കുറയ്ക്കുന്നത് എന്നാണ്. ആദ്യം തന്നെ നോക്കുന്നത് അഡിഷൻ. എങ്ങനെയാണ് ഡെസിമൽ നമ്പേഴ്സിനെ കൂട്ടുന്നത്? ഇവിടെ ഞാനൊരു പ്രോബ്ലം എഴുതുകയാണ്. 24 + 1.23 ഇതിനെയാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഒരു നമ്പർ ഡെസിമൽ നമ്പർ അഥവാ ദശാംശ സംഖ്യയാണ്, ഒന്ന് സാധാരണ ഒരു നമ്പറാണ് അല്ലെ. അപ്പൊ നമുക്ക് അഡിഷനോ സബ്ട്രാക്ഷനോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ എളുപ്പത്തിന്, അതായത് തെറ്റി പോവാതിരിക്കാനുള്ള ഒരു മാർഗമാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്
ഒരു സാധാ നമ്പറും ഒരു ഡെസിമൽ നമ്പറുമാണ് തന്നത് എങ്കിൽ രണ്ടിനെയും ഡെസിമൽ നമ്പറിലേക്ക് മാറ്റുക. എങ്ങനെയാണ് 24നെ ഡെസിമൽ നമ്പറിലേക്ക് മാറ്റുക? 24.0 എന്നിട്ട് കൊടുത്താൽ മതി. ഓക്കെ, 24.0 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 24 തന്നെയാണ്. ഇങ്ങനെയാണ് ഒരു ഇന്റീജറിനെ നമ്മൾ ഡെസിമൽ നമ്പർ അഥവാ ദശാംശ സംഖ്യകളിലേക്ക് മാറ്റുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 24നെ നമ്മൾ ഡെസിമൽ നമ്പറിലേക്ക് മാറ്റി. ഇപ്പൊ ഇവിടെ 2 ഡെസിമൽ നമ്പേഴ്സ് ആയില്ലേ? ഇനി എന്താണ് ചെയ്യേണ്ടത്? 2 ഡെസിമൽ നമ്പേഴ്സിലെയും ഹോൾ പാർട്ട് അഥവാ പൂർണ്ണ ഭാഗത്തും ഫ്രാക്ഷണൽ പാർട്ട് അഥവാ ദശാംശ ഭാഗത്തുമുള്ള സംഖ്യകളുടെ എണ്ണം തുല്യമാക്കണം. ഓക്കെ, അതായത് ഇപ്പൊ ഇവിടെ ഹോൾ പാർട്ടിൽ അഥവാ പൂർണ്ണ ഭാഗത്തുള്ളത് 24, അതായത് 2 സംഖ്യകളല്ലേ? ഇവിടെ ഹോൾ പാർട്ടിൽ ഉള്ളത് ഒരു സംഖ്യയേ ഉള്ളൂ അല്ലെ? അപ്പൊ ഇതിന് 2 സംഖ്യയാക്കാൻ എന്ത് ചെയ്താൽ മതി? അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഡെസിമൽ നമ്പർ ഞാൻ എഴുതുകയാണ് 3.23. ഇതല്ലേ ഇതിന്റെ ഹോൾ പാർട്ട്, ഇതല്ലേ ഇതിന്റെ ഫ്രാക്ഷണൽ പാർട്ട്. ഹോൾ പാർട്ട് അഥവാ പൂർണ്ണ ഭാഗത്തിന്റെ ഇടത് ഭാഗത്ത് എത്ര 0 ഇട്ട് കൊടുത്താലും, അതുപോലെ തന്നെ ഫ്രാക്ഷണൽ പാർട്ട് അഥവാ ദശാംശ ഭാഗത്തിന്റെ വലതു ഭാഗത്ത് എത്ര 0 ഇട്ട് കൊടുത്താലും നമ്മുടെ വാല്യൂ മാറില്ല. ഓക്കെ, അതായത് ഹോൾ പാർട്ടിന്റെ ഇടത് ഭാഗത്തും ഫ്രാക്ഷണൽ പാർട്ടിന്റെ വലതു ഭാഗത്തും നമുക്ക് എത്ര 0 വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. നമ്മുടെ വാല്യൂസിന് ഒരു ചേഞ്ചും വരില്ല. ഓക്കെ, അപ്പൊ ഈ 0കൾ ഉപയോഗിച്ചാണ് നമ്മൾ ഇവിടെ ഫ്രാക്ഷണൽ പാർട്ടും അതുപോലെ ഹോൾ പാർട്ടും ദശാംശ ഭാഗവും പൂർണ്ണ ഭാഗവും ഒരുപോലെ ആക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ ഇവിടെ 2, 4 രണ്ട് നമ്പേഴ്സ് അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് ഈ 1ന്റെ കൂടെ ഒരു നമ്പറും കൂടെ ആഡ് ചെയ്യണം. അപ്പോഴല്ലേ ഇവിടുത്തെ ഈ ഡെസിമൽ നമ്പറിലെ ഹോൾ പാർട്ടിൽ 2 സംഖ്യയാവുകയുള്ളൂ. അതിനായിട്ട് നമുക്കറിയാം ഹോൾ പാർട്ടിന്റെ ഇടത് ഭാഗത്ത് മാത്രമേ 0 ഇട്ട് കൊടുക്കാൻ പാടുകയുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ 0 ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ 2 ഡെസിമൽ നമ്പറിന്റെയും ഹോൾ പാർട്ട് അഥവാ പൂർണ്ണ ഭാഗത്ത് 2 നമ്പേഴ്സ് ആണ്. ഇവിടെ 2, 4 എന്ന 2 നമ്പർ, ഇവിടെ 0, 1 എന്ന 2 നമ്പർ. ഓക്കെ, ഇനി ഫ്രാക്ഷണൽ പാർട്ടിലോട്ട് നോക്കാം. ഫ്രാക്ഷണൽ പാർട്ടിൽ ഇവിടെ ഒരു സംഖ്യ അല്ലെ? ഇവിടെ എത്ര ഉണ്ട്? 2 സംഖ്യ ഇല്ലേ? അപ്പൊ ഇവിടെയും 2 സംഖ്യയാക്കാൻ എന്ത് ചെയ്താൽ മതി? ഫ്രാക്ഷണൽ പാർട്ട് അഥവാ ദശാംശ ഭാഗത്തിന്റെ വലത് ഭാഗത്ത് നമുക്ക് എത്ര 0 വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 24.00. ഇതിൽ ഹോൾ പാർട്ടിൽ 2 സംഖ്യ, ഫ്രാക്ഷണൽ പാർട്ടിലും 2 സംഖ്യ. ഇനി 01.23, ഇവിടെയും ഹോൾ പാർട്ടിൽ 2 സംഖ്യ, ഫ്രാക്ഷണൽ പാർട്ടിലും 2 സംഖ്യ. ഈ 2 ഈക്വൽ ആയില്ലേ? 2 സംഖ്യകളിലും ഫ്രാക്ഷണൽ പാർട്ടിലും ഹോൾ പാർട്ടിലും ദശാംശ ഭാഗത്തും പൂർണ്ണ ഭാഗത്തും 2 സംഖ്യകൾ വീതമായി. ഇനി നമുക്ക് ആഡ് ചെയ്യാം. 0 + 3 3, 0 + 2 2, പോയിന്റ് അതുപോലെ ഇറക്കി എഴുതുന്നു. 4ഉം 1ഉം കൂട്ടിയാൽ 5, 2 + 0 2. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 24 + 1.23 എന്നത് 25.23 എന്ന് കിട്ടുന്നു. ഓക്കെ, ഇനി മറ്റൊരു പ്രോബ്ലം നോക്കാം. 86.308 പ്ലസ് 4.6. 86.308 പ്ലസ് 4.6 രണ്ടും എന്താണ്? ഡെസിമൽ നമ്പേഴ്സ് അഥവാ ദശാംശ സംഖ്യകളാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഈ 2 ഡെസിമൽ നമ്പേഴ്സിലെയും ഹോൾ പാർട്ട് അഥവാ പൂർണ്ണ ഭാഗത്തിലെയും ഫ്രാക്ഷണൽ പാർട്ട് അഥവാ ദശാംശ ഭാഗത്തിലെയും സംഖ്യകളുടെ എണ്ണം നമുക്ക് തുല്യമാക്കണം. എങ്ങനെയാണ് തുല്യമാക്കുക? 0കൾ ഇട്ട് കൊടുത്തിട്ടാണ് തുല്യമാക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ 86 ആണ്. അതായത് ഹോൾ പാർട്ട് അഥവാ പൂർണ്ണ ഭാഗത്ത് 2 സംഖ്യകളാണ്. ഇവിടെയോ ഒറ്റ സംഖ്യയല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ 2 സംഖ്യയാക്കാം? ഈ ഹോൾ പാർട്ട് അഥവാ പൂർണ്ണ ഭാഗത്തിന്റെ ഇടത് ഭാഗത്ത് നമുക്ക് എത്ര 0 വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ ഒരു 0 ഇട്ട് കൊടുത്തു. അപ്പൊ ഇവിടെ 2 സംഖ്യയായി, ഇവിടെയും 2 സംഖ്യയായി. ഓക്കെ, ഇനി ഈ ഡെസിമൽ നമ്പറിൽ ഫ്രാക്ഷണൽ പാർട്ട് അഥവാ ദശാംശ ഭാഗത്ത് എത്ര സംഖ്യകളുണ്ട്? 1, 2, 3. ഇവിടെയോ ഒന്നല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് 3 എണ്ണം എങ്ങനെയാക്കാം? നമുക്കറിയാം ഫ്രാക്ഷണൽ പാർട്ട് അഥവാ ദശാംശ ഭാഗത്തിന്റെ വലതു ഭാഗത്ത് നമുക്ക് എത്ര 0 വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പൊ ഇവിടെ നമുക്ക് 3 സംഖ്യകളാക്കാൻ 2 0 ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, ഇനി ഒന്ന് നോക്കൂ. ഇവിടെ ഹോൾ പാർട്ട് അഥവാ പൂർണ്ണ ഭാഗത്ത് 2 സംഖ്യയാണ്, ഇവിടെയും 2 സംഖ്യയാണ്. ഇവിടെ ഫ്രാക്ഷണൽ പാർട്ട് അഥവാ ദശാംശ ഭാഗത്ത് 3 സംഖ്യയാണ്, ഇവിടെയും 3 സംഖ്യയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് ആഡ് ചെയ്യാം. എങ്ങനെ? 86.308 എന്ന് എഴുതുന്നു. പ്ലസ് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് എഴുതുക 04.600. ഇതൊരിക്കലും 600 എന്ന് വായിക്കരുത്. ഫ്രാക്ഷണൽ പാർട്ട് അഥവാ ദശാംശ ഭാഗം 1/1 ആയിട്ട് വേണം വായിക്കാൻ. 600. ഇനി ഇത് സാധാ പോലെ കൂട്ടുന്നു. 8ഉം 0ഉം കൂട്ടിക്കഴിഞ്ഞാൽ 8, 0 0 കൂട്ടിക്കഴിഞ്ഞാൽ 0, 3 6ഉം കൂട്ടിക്കഴിഞ്ഞാൽ 9. പോയിന്റ് അതുപോലെ എഴുതുന്നു. 6ഉം 4ഉം കൂട്ടിക്കഴിഞ്ഞാൽ 10 ആണ്. അപ്പൊ നമ്മൾ 1 ഇവിടെ ഇട്ട് കൊടുക്കുന്നു, 0 ഇവിടെ ഇട്ട് കൊടുക്കുന്നു. ഇനി 8ഉം 1ഉം കൂട്ടിയാൽ 9, 9ഉം 0ഉം 9 തന്നെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 90.908. അതായത് 86.308 പ്ലസ് 4.6 നമുക്ക് എന്താണ് കിട്ടിയത്? 90.908.
ഓക്കെ, ഇവിടെ 0 വെച്ച് ഫ്രാക്ഷണൽ പാർട്ടും അതുപോലെ ഹോൾ പാർട്ടും ദശാംശ ഭാഗവും പൂർണ്ണ ഭാഗവും ഒരുപോലെയാക്കാൻ പറയുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പൊ ഇവിടെ 86.308 പ്ലസ് 4.6 ആഡ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ എഴുതണം? അതായത് ഈ 6ന്റെ നേരെ അടിയിൽ വേണം 4 എഴുതാനായിട്ട്, അതുപോലെ 3ന്റെ നേരെ അടിയിലായിട്ട് വേണം 6 എഴുതാനായിട്ട്. ഓക്കെ, ഇങ്ങനെ ആഡ് ചെയ്താലും നമുക്ക് ഉത്തരം കറക്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടുക. പക്ഷെ പലപ്പോഴും ഈ ഒരു രീതിയിൽ എഴുതാതെ 86.308 പ്ലസ് 4.6 എന്നൊക്കെ എഴുതുന്ന ആളുകളുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഉത്തരം കംപ്ലീറ്റ്ലി തെറ്റിയാണ് നമുക്ക് എന്ത് ചെയ്യുക കിട്ടുക. അപ്പൊ ഇതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 0 ആഡ് ചെയ്ത് ഹോൾ പാർട്ടും അഥവാ പൂർണ്ണ ഭാഗവും ഫ്രാക്ഷണൽ പാർട്ട് അഥവാ ദശാംശ ഭാഗവും ഒരേ നമ്പർ ഓഫ് സംഖ്യകൾ ആക്കിയിട്ട് മാത്രം കൂട്ടാനായിട്ട് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് എങ്ങനെയാണ് സബ്ട്രാക്ഷൻ അഥവാ കുറയ്ക്കുക എന്ന് നോക്കാം. സബ്ട്രാക്ഷൻ. ആദ്യത്തെ എക്സാമ്പിൾ നോക്കാം. 28 മൈനസ് 0.9. 28 മൈനസ് 0.9 ആണ് നമുക്ക് ചെയ്യേണ്ടത്. ആദ്യം തന്നെ നമ്മൾ നേരത്തെ അഡീഷനിൽ ചെയ്ത പോലെ തന്നെ രണ്ടും ഡെസിമൽ നമ്പേഴ്സ് അഥവാ ദശാംശ സംഖ്യകളാക്കണം. 28 എങ്ങനെയാണ് ദശാംശ സംഖ്യയാക്കുക? 28.0 എന്നിട്ട് കൊടുത്താൽ മതി. ഇനി എന്താണ് ചെയ്യേണ്ടത്? രണ്ട് ഡെസിമൽ നമ്പേഴ്സ് അഥവാ രണ്ട് ദശാംശ സംഖ്യകളിലെയും ഹോൾ പാർട്ടും ഫ്രാക്ഷണൽ പാർട്ടും അഥവാ പൂർണ്ണ ഭാഗവും ദശാംശ ഭാഗത്തിലെയും നമ്പേഴ്സ് അഥവാ സംഖ്യകളുടെ എണ്ണം തുല്യമാക്കണം. ഇവിടെ ഹോൾ പാർട്ട് അഥവാ പൂർണ്ണ ഭാഗത്ത് എത്ര സംഖ്യകളുണ്ട്? 2 സംഖ്യകൾ. ഇവിടെയോ ഒരു സംഖ്യയല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് 2 സംഖ്യയാക്കാൻ എന്ത് ചെയ്താൽ മതി? ഹോൾ പാർട്ട് അഥവാ പൂർണ്ണ ഭാഗത്തിന്റെ ഇടത് ഭാഗത്തായിട്ട് നമുക്ക് എത്ര 0 വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പൊ അവിടെ ഒരു 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോ രണ്ട് ഡെസിമൽ നമ്പേഴ്സിന്റെയും ഹോൾ പാർട്ട് അഥവാ പൂർണ്ണ ഭാഗത്ത് 2 സംഖ്യകൾ വീതമായില്ലേ? അവിടെ കറക്റ്റ് ആയി. ഇനി രണ്ട് ഡെസിമൽ നമ്പേഴ്സിന്റെയും ഫ്രാക്ഷണൽ പാർട്ട് അഥവാ ദശാംശ ഭാഗത്ത് എങ്ങനെയാണ്? ഇവിടെ ഒരു നമ്പറാണ്, ഇവിടെയും ഒരു നമ്പറാണ്. അത് ഓൾറെഡി എന്താണ്? ഈക്വൽ ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അവിടെ ചേഞ്ച് ഒന്നും വരുത്താനില്ല. അപ്പൊ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മുടെ കഴിഞ്ഞു. രണ്ട് ഡെസിമൽ നമ്പേഴ്സ് അഥവാ രണ്ട് ദശാംശ സംഖ്യകളിലെയും ഹോൾ പാർട്ടും ഫ്രാക്ഷണൽ പാർട്ടും അഥവാ പൂർണ്ണ ഭാഗവും ദശാംശ ഭാഗത്തിലെയും സംഖ്യകളുടെ എണ്ണം നമ്മൾ തുല്യമാക്കി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സബ്ട്രാക്ട് ചെയ്യാം. 28.0 മൈനസ് 0.9. ഓക്കെ, സബ്ട്രാക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, അഡീഷനും സബ്ട്രാക്ഷനും ഏത് ചെയ്യുന്ന സമയത്താണെങ്കിലും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വലിയ സംഖ്യ വേണം മുകളിൽ എഴുതാനായിട്ട്. ഓക്കെ, അഡീഷൻ ചെയ്യുന്ന സമയത്ത് വലിയ സംഖ്യ മുകളിൽ എഴുതിയില്ലെങ്കിലും നമ്മൾ അത് ഒരുപാട് ബാധിക്കുന്നില്ല. പക്ഷെ സബ്ട്രാക്ഷൻ ചെയ്യുന്ന സമയത്ത്, അതായത് ഡെസിമൽ നമ്പേഴ്സോ അല്ലെങ്കിൽ ഏത് സംഖ്യകളോ കുറയ്ക്കുന്ന സമയത്ത് എപ്പോഴും വലിയ സംഖ്യ മുകളിലും ചെറിയ സംഖ്യ താഴെയും വേണം എഴുതാനായിട്ട്. ഇവിടെ 28 ആണോ 0.9 ആണോ വലുത്? 28 അല്ലേ? അതുകൊണ്ടാണ് 28.0 മുകളിലും 0.9 അടിയിലും എഴുതുന്നത്. ഓക്കെ, വലിയ സംഖ്യ മുകളിലും ചെറിയ സംഖ്യ അടിയിലും വേണം എഴുതാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. സാധാ ചെയ്യുന്നത് പോലെ തന്നെയാണ് സബ്ട്രാക്ട് ചെയ്യുന്നത്. അതായത് 0 മൈനസ് 9, അതായത് 0-ൽ നിന്നും നമുക്ക് 9 കുറയ്ക്കണം. 0-ൽ നിന്ന് 9 കുറയ്ക്കാൻ സാധിക്കുമോ? കാരണം എന്താണ്? 0 9-നെക്കാട്ടിലും ചെറിയ സംഖ്യയാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? സാധാരണ നമ്മൾ എന്താണ് ചെയ്യുക? അടുത്ത സംഖ്യയിൽ നിന്നും 1 കടമെടുക്കും. ഇവിടെയും നമ്മൾ അത് തന്നെയാണ് ചെയ്യുന്നത്. 8-ൽ നിന്നും നമ്മൾ 1 കടമെടുക്കുന്നു. കടമെടുക്കുമ്പോൾ ഇവിടെ എന്താവും? 0-ന് പകരം 10 ആവും. ഓക്കെ, ഇവിടെ എന്താവും? 8-ന് പകരം 7 ആവും. കാരണം 1 നമ്മൾ കടമെടുത്തല്ലോ. അപ്പൊ 8 7 ആവും, 0 10 ആവും. ഇനി 10-ൽ നിന്ന് 9 കുറച്ചൂടെ? 10-ൽ നിന്ന് 9 കുറച്ചാൽ എത്രയാ? 1. ഇനി പോയിന്റ് അതുപോലെ ഇറക്കി എഴുതുന്നു. ഇവിടെ 7 അല്ലേ? 7-ൽ നിന്നും 0 പോയി കഴിഞ്ഞാൽ 7. ഇനി 2-ൽ നിന്നും 0 പോയി കഴിഞ്ഞാൽ 2. അപ്പൊ 28.0 മൈനസ് 0.9 എന്ത് വന്നു? 27.1 എന്ന് കിട്ടി. ഓക്കെ, ഇനി മറ്റൊരു പ്രോബ്ലം നോക്കാം. 7.5 മൈനസ് 4.368. ഓക്കെ, 7.5 മൈനസ് 4.368 രണ്ടും എന്താണ്? ഡെസിമൽ നമ്പേഴ്സ് അഥവാ ദശാംശ സംഖ്യകളാണ്. അപ്പൊ നമുക്ക് ആ ഒരു സ്റ്റെപ്പ് ഇല്ല. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? രണ്ട് സംഖ്യകളിലെയും അഥവാ രണ്ട് ഡെസിമൽ നമ്പേഴ്സ് അഥവാ ദശാംശ സംഖ്യകളിലെയും ഹോൾ പാർട്ട് അഥവാ പൂർണ്ണ ഭാഗത്തെയും ഫ്രാക്ഷണൽ പാർട്ട് അഥവാ ദശാംശ ഭാഗത്തിലെയും സംഖ്യകളുടെ എണ്ണം തുല്യമാക്കണം. ഇവിടെ ഹോൾ പാർട്ട് അഥവാ പൂർണ്ണ ഭാഗത്ത് രണ്ട് ഡെസിമൽ നമ്പേഴ്സിലും ഓരോ സംഖ്യകൾ വീതമാണ്. അതുകൊണ്ട് നമുക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല. ഇനി ഫ്രാക്ഷണൽ പാർട്ട് അഥവാ ദശാംശ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു നമ്പറും
ഇവിടെ 3 നമ്പേഴ്സും ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഈ 5ന്റെ സ്ഥാനത്ത് 3 നമ്പർ ആക്കണ്ടേ? അതിനെന്താ ചെയ്യേണ്ടത്? ഫ്രാക്ഷണൽ പാർട്ട് അഥവാ ദശാംശ ഭാഗത്ത് നമുക്ക് വലതു ഭാഗത്ത് എത്ര പൂജ്യം വേണമെങ്കിലും ഇട്ട് കൊടുക്കും. അപ്പൊ 5ന്റെ വലതു ഭാഗത്തായിട്ട് നമ്മൾ 2 പൂജ്യം ഇട്ട് കൊടുക്കുന്നു. അപ്പൊ ഇവിടെയും 3 സംഖ്യകളായി, ഇവിടെയും 3 സംഖ്യകളായി. ഈക്വൽ ആയില്ലേ? അതായത് ഈ 2 ഡെസിമൽ നമ്പേഴ്സിലെയും ഫ്രാക്ഷണൽ പാർട്ട് അഥവാ ദശാംശ ഭാഗത്തെയും ഹോൾ പാർട്ട് അഥവാ പൂർണ്ണ ഭാഗത്തിലെയും സംഖ്യകളുടെ എണ്ണങ്ങൾ തുല്യമായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സബ്ട്രാക്ട് ചെയ്യാം അഥവാ കുറയ്ക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വലിയ സംഖ്യ വേണം ആദ്യം എഴുതാൻ. ഇവിടെ 7.5 ആണോ 4.368 ആണോ വലുത്? 7.5 അല്ലേ? അപ്പൊ നമ്മൾ 7.500 ആദ്യം എഴുതുന്നു. മൈനസ് ഇനി അടുത്തതായിട്ട് 4.368 രണ്ടാമതായിട്ട് എഴുതുന്നു. ഇനി ഇതിനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യാൻ പോവുകയാണ്. എങ്ങനെയാണ്? ആദ്യം തന്നെ 0ൽ നിന്നും 8 കുറയ്ക്കണം. 0ൽ നിന്നും 8 കുറയ്ക്കാൻ സാധിക്കുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുക? അടുത്ത സംഖ്യയിൽ നിന്ന് കടമെടുക്കും. അടുത്ത സംഖ്യ എന്താ? 0 ആണ്. 0ൽ നിന്നും കടമെടുക്കാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അതിന്റെ പിന്നത്തെ സംഖ്യ നോക്കി, അതായത് 5. 5ൽ നിന്ന് 1 ആദ്യം ഇവിടേക്ക് കടമെടുക്കുന്നു. അപ്പൊ ഇതെന്തായി? 10 ആയില്ലേ? ഇനി ഈ 10ൽ നിന്ന് 1 ഇങ്ങോട്ട് കടമെടുക്കുന്നു. അപ്പൊ ഇത് 10 ആയി. ഇത് എത്രയായി? കാരണം 10ൽ നിന്ന് 1 നമ്മൾ ഇവിടേക്ക് കടമെടുത്തു. അപ്പൊ ഇത് എത്രയായി? 9. അപ്പൊ ഈ 0 മാറി ഇത് 9 ആയി. ഈ 5ൽ നിന്ന് കടമെടുത്തപ്പോഴല്ലേ ഇവിടെ 10 ആയത്. അപ്പൊ ഈ 5 എന്തായി? 4. ഓക്കെ, അത് കുറച്ച് എഴുതാൻ മറക്കരുത്. 5 ഇവിടെ 4 ആയി, ഇവിടെ 10 ഇവിടെ 9 ആയി, ഈ 0 ഇവിടെ 10 ആയി. ഓക്കെ, കാരണം ഈ 0ൽ നിന്ന് നമുക്ക് 8നെ കുറയ്ക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് കടമെടുക്കാൻ നോക്കി. അപ്പൊ ഇവിടെയും 0 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് കടമെടുക്കാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ അതിന്റെ പിന്നത്തെ നമ്പറിൽ നിന്നാണ് കടമെടുക്കുന്നത്. അതായത് 5ൽ നിന്ന് 1 കടമെടുത്തു. അപ്പൊ ഇവിടെ 5 എന്തായി? 4 ആയി. ഇവിടെ എന്തായി? 10 ആയില്ലേ? ഈ 10ൽ നിന്ന് വീണ്ടും 1 നമ്മൾ ഈ സൈഡിലേക്ക് കടമെടുക്കുന്നു. അപ്പൊ ഇവിടെ 10 എന്തായി? 9 ആയി. ഇതെന്തായി? 10 ആയി. ക്ലിയർ? ഇനി 10ൽ നിന്ന് 8 പോയാൽ എത്രയാ? 2. 9ൽ നിന്നും 6 പോയാൽ എത്രയാ? 3. 4ൽ നിന്നും 3 പോയാൽ എത്രയാ? 1. പോയിന്റ് അതുപോലെ ഇറക്കി എഴുതുന്നു. ഇനി 7ൽ നിന്നും 4 പോയാൽ എത്രയാണ്? 3. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. 69.386 മൈനസ് 59.47. ഓക്കെ, ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും രണ്ടും എന്താണ്? ഡെസിമൽ നമ്പേഴ്സ് അഥവാ ദശാംശ സംഖ്യകളല്ലേ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണ്? 2 ഡെസിമൽ നമ്പേഴ്സിന്റെയും ഹോൾ പാർട്ടും ഫ്രാക്ഷണൽ പാർട്ടും അഥവാ പൂർണ്ണ ഭാഗവും ദശാംശ ഭാഗത്തിലെയും സംഖ്യകളുടെ എണ്ണം തുല്യമാക്കണം. ഇവിടെ ഹോൾ പാർട്ട് അഥവാ പൂർണ്ണ ഭാഗത്തുള്ള സംഖ്യകളുടെ എണ്ണം എത്രയാ? 1, 2. ഇവിടെയും 1, 2. അപ്പൊ അത് നമുക്ക് മാറ്റാനൊന്നുമില്ല. കാരണം 2 നമ്പേഴ്സിലും 2 സംഖ്യകൾ വീതമാണ് ഹോൾ പാർട്ടിൽ ഉള്ളത്. ഇനി ഫ്രാക്ഷണൽ പാർട്ട് നോക്കാം അഥവാ ദശാംശ ഭാഗം നോക്കാം. ഇവിടെ എത്ര ഉണ്ട്? 3 സംഖ്യകളുണ്ട്. ഇവിടെയോ 2 സംഖ്യകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് 3 ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഫ്രാക്ഷണൽ പാർട്ട് അഥവാ ദശാംശ ഭാഗത്തിന്റെ വലതു ഭാഗത്ത് എത്ര 0 വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പൊ ഇവിടെ ഒരു 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടും എന്തായി? സെയിം ആയില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? സബ്ട്രാക്ട് ചെയ്യാം. 69.386 മൈനസ് 59.470. ഓക്കെ, 6ൽ നിന്നും 0 പോയാൽ 6, 8ൽ നിന്ന് 7 പോയാൽ 1, 3ൽ നിന്ന് 4 പോകുമോ? ഇല്ല, കാരണം 4നേക്കാളും ചെറിയ സംഖ്യയാണ് 3. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? അടുത്ത് നിന്ന് കടമെടുക്കണം. 9ൽ നിന്നും 1 നമ്മൾ കടമെടുത്തു. അപ്പൊ ഇവിടെ എന്തായി? 13 ആയി. ഈ 9 എന്തായി? 8 ആയി. ഓക്കെ, ഇനി 13ൽ നിന്നും 4 പോയാൽ എത്രയാണ്? 9. പോയിന്റ് അതുപോലെ എഴുതുന്നു. ഇവിടെ 8ൽ നിന്ന് 9 പോകുമോ? ഇല്ല, കാരണം എന്താ? 8 9നേക്കാളും ചെറുതാണ്. അപ്പൊ നമ്മൾ അടുത്ത് നിന്ന് വീണ്ടും കടമെടുക്കുന്നു. അപ്പൊ ഇവിടെ എന്തായി? 18. ഈ 6 എന്തായി? 5. 18ൽ നിന്ന് 9 പോയാൽ 9 തന്നെ. ഇനി ബാക്കി 5ൽ നിന്നും 5 പോയാൽ 0. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 69.386 മൈനസ് 59.470 എന്താണ്? 9.916 ആണ്. ക്ലിയർ? ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അഡീഷനും സബ്ട്രാക്ഷനും ചെയ്യാം. എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഡെസിമൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ഡെസിമൽ നമ്പേഴ്സ് ആക്കുക. ഓക്കെ, അഡീഷനും സബ്ട്രാക്ഷനും ചെയ്യുന്ന സമയത്ത് രണ്ടും ഡെസിമൽ നമ്പേഴ്സ് അല്ല എങ്കിൽ, ഒന്ന് മാത്രമാണ് ഡെസിമൽ നമ്പർ അതല്ലെങ്കിൽ ദശാംശ സംഖ്യയായിട്ട് നിൽക്കുന്നത് എങ്കിൽ രണ്ടിനെയും എന്ത് ചെയ്യുക? ഡെസിമൽ നമ്പേഴ്സിലേക്ക് അഥവാ ദശാംശ സംഖ്യകളിലേക്ക് മാറ്റുക. അതാണ് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഹോൾ പാർട്ട് അഥവാ പൂർണ്ണ ഭാഗവും ഫ്രാക്ഷണൽ പാർട്ട് അഥവാ ദശാംശ ഭാഗത്തിലെയും സംഖ്യകളുടെ എണ്ണം തുല്യമാക്കുക. അതെങ്ങനെയാണ് തുല്യമാക്കുക? ഹോൾ പാർട്ട് പോയിന്റ് ഫ്രാക്ഷണൽ പാർട്ട് ഇങ്ങനെയാണ്. ഓക്കെ, ഹോൾ പാർട്ട് പോയിന്റ് ഫ്രാക്ഷണൽ പാർട്ട് ഇങ്ങനെയാണ് ഒരു ഡെസിമൽ നമ്പർ ഉണ്ടാവുക. ഹോൾ പാർട്ട് എന്ന് പറയുന്നത് പൂർണ്ണ ഭാഗം, ഫ്രാക്ഷണൽ പാർട്ട് എന്ന് പറയുന്നത് ദശാംശ ഭാഗം. ഇങ്ങനെയാണ് ഒരു ഡെസിമൽ നമ്പർ ഉണ്ടാവുക. ഈ ഹോൾ പാർട്ടിന്റെ ഇടതു ഭാഗത്തായിട്ട് എത്ര 0 വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. വാല്യൂസിന് ഒരു മാറ്റവും ഉണ്ടാവില്ല.
അതുപോലെ തന്നെ ഈ ഫ്രാക്ഷണൽ പാർട്ടിന്റെ വലതുഭാഗത്ത് നിങ്ങൾക്ക് എത്ര പൂജ്യം വേണമെങ്കിലും ഇട്ടുകൊടുക്കാം. നമ്മുടെ വാല്യൂസിന് ഒരു ചേഞ്ചും ഉണ്ടാവില്ല. ഈ ഡെസിമൽ പോയിന്റിന്റെ അടുത്തേക്ക് പൂജ്യങ്ങൾ ഇടാതിരുന്നാൽ മതി. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വാല്യൂസ് കംപ്ലീറ്റ്ലി മാറും. അതായത് ഇപ്പൊ 3.1 പകരം നമ്മൾക്ക് ഈ ഡെസിമൽ പോയിന്റിന്റെ അടുത്തായിട്ടാണ് നിങ്ങൾ പൂജ്യങ്ങൾ ഇട്ട് കൊടുത്തതെങ്കിൽ 3.1 എന്തായി 30.01 ആയി. അത് വാല്യൂസിന് വളരെ വലിയൊരു വ്യത്യാസമാണ് ഉണ്ടാക്കുക. പക്ഷേ ഹോൾ പാർട്ട് അഥവാ പൂർണ്ണ ഭാഗത്തിന്റെ ഇടത് ഭാഗത്തും ഫ്രാക്ഷണൽ പാർട്ട് അഥവാ ദശാംശ ഭാഗത്തിന്റെ വലതു ഭാഗത്തേക്ക് നിങ്ങൾക്ക് എത്ര പൂജ്യം വേണമെങ്കിലും ഇട്ട് കൊടുക്കുക, ഒരു മാറ്റവും ഉണ്ടാവില്ല. നമ്മുടെ വാല്യൂസിന് ഒരു മാറ്റവും സംഭവിക്കില്ല. ഓക്കെ, അതായത് ഇപ്പൊ ഈ 3ന്റെ വലതു ഭാഗത്തേക്ക് ഇടതു ഭാഗത്തേക്ക് 0.00 എത്ര പൂജ്യം വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഈ 1ന്റെ വലതു ഭാഗത്തേക്ക് നിങ്ങൾക്ക് എത്ര പൂജ്യം വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പോഴും 3.1 എപ്പോഴും 3.1 തന്നെയായിരിക്കും. അതിനൊരു ചേഞ്ചും ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ പാർട്ട് അഥവാ പൂർണ്ണ ഭാഗത്തിന്റെ ഇടതു ഭാഗത്തേക്കും ഫ്രാക്ഷണൽ പാർട്ട് അഥവാ ദശാംശ ഭാഗത്തിന്റെ വലതു ഭാഗത്തേക്കും ആവശ്യത്തിനുള്ള പൂജ്യം ഇട്ട് കൊടുത്ത് നമ്മുടെ 2 ഡെസിമൽ നമ്പേഴ്സ് അഥവാ 2 ദശാംശ സംഖ്യകളുടെയും ഹോൾ പാർട്ടിലെയും ഫ്രാക്ഷണൽ പാർട്ടുകളിലെയും സംഖ്യകളുടെ എണ്ണം തുല്യമാക്കുക. അങ്ങനെ തുല്യമാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ അല്ലെങ്കിൽ നമുക്ക് ഉത്തരം തെറ്റാതെ എന്ത് ചെയ്യാൻ പറ്റും, അഡീഷനും സബ്ട്രാക്ഷനും അഥവാ കൂട്ടലും കുറയ്ക്കുകയും ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്, ഡെസിമൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ഡെസിമൽ നമ്പേഴ്സിലേക്ക് മാറ്റുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്, ഹോൾ പാർട്ടിലെയും ഫ്രാക്ഷണൽ പാർട്ടിലെയും അഥവാ പൂർണ്ണ ഭാഗത്തെയും ദശാംശ ഭാഗത്തിലെയും സംഖ്യകളുടെ എണ്ണം പൂജ്യങ്ങൾ ഉപയോഗിച്ച് തുല്യമാക്കുക. അതിനുശേഷം സാധാ പോലെ നമ്മൾ എങ്ങനെയാണ് അഡീഷൻ ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെയാണ് സബ്ട്രാക്ഷൻ ചെയ്യുക അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം കിട്ടും. ഇത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് പ്രോബ്ലംസ് നിങ്ങൾ എന്ത് ചെയ്യണം, വർക്ക്ഔട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതിനായിട്ട് ഞാൻ കുറച്ച് നമ്പേഴ്സുകൾ നിങ്ങൾക്ക് തരാം. 7.92 പ്ലസ് 4.42, 67.09 മൈനസ് 25, 152.08 പ്ലസ് 11.75, 412.99 മൈനസ് 179. ഓക്കെ, ഈ 4 പ്രോബ്ലംസിന്റെയും ഉത്തരം കണ്ടുപിടിച്ച് കമന്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത വീഡിയോയിൽ ഡെസിമൽ നമ്പേഴ്സ് അഥവാ ദശാംശ സംഖ്യകളുടെ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഗുണനവും ഹരണവും നമ്മൾ പഠിക്കുന്നതാണ്. Stay tuned for next video. Thank you.